വചനോത്സവം ഓൺലൈൻ തിരുമുഖ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈശോയുടെ തിരുമുഖത്തെ, വിശുദ്ധ കുർബാനയുള്ള ഈശോയുടെ തിരുമുഖത്തെ സ്നേഹിച്ച് ഈശോയുടെ നാവിൽ നിന്ന് വന്ന വാക്കുകൾ, തിരുവചനങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ രാത്രിയിൽ വിശ്രമിക്കുവാനായിട്ട് പോകാം. ജോബിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം നമ്മൾ വായിക്കും. 4 മുതലുള്ള വാക്യങ്ങൾ. സാത്താൻ പറഞ്ഞു, ചർമ്മത്തിന് പകരം ചർമ്മം, ജീവന് വേണ്ടി തനിക്കുള്ളതെന്തും മനുഷ്യർ ഉപേക്ഷിക്കും. അങ്ങ് അവൻ്റെ അസ്ഥിയിലും മാംസത്തിലും കൈവയ്ക്കുക, അപ്പോൾ അവൻ അങ്ങയെ ദോഷിക്കും. ഇതാ അവനെ നിനക്ക് വിട്ടുതരുന്നു, അവൻ്റെ ജീവനിൽ മാത്രം കൈവയ്ക്കരുത്. കർത്താവ് സാത്താനോട് പറഞ്ഞു. സാത്താൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പോയി അവൻ ജോബിൻ്റെ ശരീരത്തെ അടിമുതൽ മുടി വരെ വ്രണങ്ങൾ കൊണ്ട് നിറച്ചു. ജോബ് ചാരത്തിലിരുന്ന് ഓട്ടുകഷ്ണം കൊണ്ട് ശരീരം ചുരുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ്റെ ഭാര്യ പറഞ്ഞു, ഇനിയും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുകയാണോ? 10-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കും അവസാനം, ജോബ് നാവ് കൊണ്ട് പാപം ചെയ്തില്ല. ഇത്രയേറെ മുറിവുകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സഹനങ്ങളും ഒക്കെ വന്നു. ഭാര്യ വന്നിട്ട് എന്തിന് നീ ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടും ജോബ് നാവ് കൊണ്ട് പാപം ചെയ്തില്ല. നാവ് കൊണ്ട് പാപം ചെയ്തില്ല. സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ കുർബാനയിലെ ഈശോനെ സ്നേഹിക്കേണ്ടവരാണ് നമ്മൾ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ നാവിനെ നമ്മൾ ശ്രദ്ധിക്കണം. നാവിനെ ശ്രദ്ധിക്കുന്നത് ഒരു ആത്മീയതയാണ്. അതുകൊണ്ട് ഒരു കാര്യം പറയാൻ പോകുന്നതിന് മുൻപ് വിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ തിരുമുഖത്തെ ഒന്ന് ഓർക്കണം. ഈശോ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈശോയെ മുറിപ്പെടുത്തുന്നതും ഈശോയുമായിട്ടുള്ള ദൈവഭക്തിയിൽ നിന്ന് അകലുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ, വിഷയങ്ങൾ ഒന്നും നാവ് കൊണ്ട് സംസാരിക്കാതിരിക്കുക, മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക. നാവ് കൊണ്ട് ആത്മീയതയുണ്ട്. ആത്മീയത പണിയുവാൻ സാധിക്കും. ആത്മീയ ജീവിതത്തിന് നാവ് വലിയ പ്രധാനപ്പെട്ടതാണ്. നാവ് ദൈവത്തെ സ്നേഹിക്കാനും മനുഷ്യരെ സ്നേഹിക്കാൻ വേണ്ടിയുള്ളത് മാത്രമാണ്. ആ രീതിയിൽ നാവിനെ ഒന്ന് ക്രമീകരിക്കുക. നാവിൻ്റെ ആധ്യാത്മികത പണിതുയർത്തുക. ദൈവത്തെ സ്നേഹിക്കാനും മനുഷ്യരെ സ്നേഹിക്കാനും, അതാണ് നാവിൻ്റെ ആധ്യാത്മികത. അല്ലാത്തവയെല്ലാം ഉപേക്ഷിക്കുന്നതാണ് നാവിൻ്റെ ആധ്യാത്മികത. സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് വിശുദ്ധ കുർബാനയിൽ ഇരിക്കുന്ന ഈശോയുടെ തിരുമുഖത്തെ ആരാധിച്ചുകൊണ്ട് എൻ്റെ നാവിൻ്റെ ആധ്യാത്മികത പണിയുവാൻ, അങ്ങയെ സ്നേഹിക്കാനും മനുഷ്യരെ സ്നേഹിക്കാനും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ജീവിക്കുവാൻ നാവിൻ്റെ ആധ്യാത്മികത പറഞ്ഞു തരണമേ എന്ന് ഈശോയോട് ഒരു ഗാനം ആലപിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ദൈവമേ നിൻ
ദിവസം നമ്മൾ സ്നേഹിക്കേണ്ട തിരുവചനം ഇതാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം നമുക്ക് മനസ്സിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം ഒരുമിച്ച്. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണിൻ്റെ ആധ്യാത്മികതയും വളരെ പ്രധാനപ്പെട്ടതാണ്. നാവിൻ്റെ ആധ്യാത്മികത പോലെ തന്നെ കണ്ണിൻ്റെ ആധ്യാത്മികത. കണ്ണ് എപ്പോഴും ദൈവത്തെ കാണാൻ ഉപയോഗിക്കണം. ദൈവത്തിൻ്റെ സൃഷ്ടിയെ സ്നേഹത്തോടെ നോക്കുവാനും നമ്മൾ ഉപയോഗിക്കണം. ദൈവത്തെ കാണുവാൻ ഉപയോഗിക്കുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടികളെ സ്നേഹത്തോടെ കരുണയോടെ കാണുവാൻ നമ്മുടെ കണ്ണുകൾ ഉപയോഗിക്കണം. അതാണ് കണ്ണിൻ്റെ ആധ്യാത്മികത. നമ്മുടെ ആത്മീയ ജീവിതത്തെ, ആന്തരിക മനുഷ്യനെ മുറിപ്പെടുത്തുന്ന മലിനപ്പെടുത്തുന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നും കണ്ണുകൊണ്ട് കാണാതിരിക്കുക. അതിനെ എപ്പോഴും അങ്ങനെ സംരക്ഷിക്കുവാൻ സാധിക്കണം. കണ്ട് അത് ഉള്ളിലേക്ക് വന്ന് അത് സ്വഭാവമായിട്ട് മാറും. അതുകൊണ്ട് കണ്ണുകൊണ്ട് ഈശോയുടെ തിരുമുഖത്തെ കാണുവാനും നമ്മുടെ മുൻപിലുള്ള സുഹൃത്തുക്കളെയും കൂടപ്പിറപ്പുകളെയും കരുണയോടെ നോക്കുവാൻ ഉപയോഗിക്കുക. ഇതാണ് കണ്ണിൻ്റെ ആധ്യാത്മികത. നമുക്ക് ഈ സമയം ഈശോയോട് പ്രാർത്ഥിക്കാം. നാളത്തെ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് ആധ്യാത്മിക ജീവിതം നയിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ,